ചന്ദ്രു, എന്റെ അമ്മ. എന്താ ഇങ്ങനെ കുട്ടികളെ പോലെ? അച്ഛമ്മയ്ക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ. മാധവേട്ടനോട് ഞാൻ പറഞ്ഞത്, മാധവേട്ടൻ കരഞ്ഞ് ഇവിടെ എല്ലാവരും തളർന്നു പോകുന്നു. അമ്മ ഐസിയുലാണല്ലോ കിടക്കുന്നത്. എല്ലാരും കൂടി ആശുപത്രിയിൽ നിൽക്കേണ്ട കാര്യമില്ല. മോനെ, നീ വന്ദനയും ചന്ദ്രയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ. എല്ലാവരും പോയിക്കോ, ഇവിടെ ഞാൻ മാത്രം മതി. അത് ശരിയാവില്ല അച്ഛാ. ഞാനും അമ്മ ഇവിടെ നിൽക്കാം. ആ, അച്ഛൻ പറഞ്ഞാണ് ശരി. എല്ലാവരും കൂടി ഇവിടെ നിന്ന് ഉറക്കമൊഴിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അച്ഛൻ വിളിച്ചു പറയും. ആ സുമിത്രേ, വാ ഇറങ്ങാൻ നോക്ക്. മാധവേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോകുന്നില്ല. അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാമെന്ന് പറഞ്ഞില്ലേ. മോനെ, അച്ഛമ്മയെ പൊന്നുപോലെ നോക്കുന്ന ഈ അമ്മയ്ക്കറിയാം. എന്നാലും അത് ശരിയാവില്ല മോനെ. ഐസിയുയിൽ കിടക്കുന്ന അച്ഛമ്മയ്ക്ക് ഇവനെ പോലെ ബുദ്ധി ഉറയ്ക്കാത്തവർത്തൻ കൂട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കുഴപ്പമേ ഉള്ളൂ, രാത്രിയിലെങ്ങാനും അച്ഛമ്മ തട്ടിപ്പോയാൽ ഫോണിലൂടെ കാര്യം വിളിച്ചു പറയാൻ പറ്റില്ല.